ഒരുത്തൻ്റെയും വീഡിയോ കണ്ട് മനം നൊന്ത്, ആ വേർഡ് ഞാൻ പറയുന്നില്ല, ഫാനെ കയറാൻ ശ്രമിക്കുന്ന ആളൊന്നും അല്ല രേണുസുതി. ഈ രേണുവിനെ രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന് തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ രേണുസുതി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം അങ്ങോട്ട് പറയണമല്ലോ. ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ വിറ്റ് തിന്ന് മതിയായില്ലേടാ എന്നൊരു ചോദ്യം. ആ ചോദ്യം ചോദിക്കുന്നവരോടാണ്, നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിച്ച് മതിയായില്ലേ? ഈ ചോദ്യത്തിന് പലതവണ ഞാൻ മറുപടി പറഞ്ഞതാണ്. വേറൊന്നുമല്ല, ഞാനായിട്ട് ആരെയും വിറ്റ് തിന്നാൻ പോകുന്നില്ല. ഞാൻ അവരുടെ വീട്ടിലോട്ട് ഇടിച്ചു കയറി ചെന്ന്, ചേച്ചി കുറച്ച് കണ്ടന്റ് ഇങ്ങോട്ട് തായോ, ഞാൻ വിറ്റ് തിന്നട്ടെ എന്ന് ഞാൻ പറയാറില്ല. ഇല്ലെങ്കിൽ ഒളിച്ച് കേട്ട് അതെടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇരുന്ന് വിൽക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന പല കാര്യങ്ങളും അതിനെ എടുത്ത് റിയാക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ചോദിക്കുന്നവരോട് എന്തിനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? കാണണ്ടെങ്കിൽ കാണണ്ട, നിങ്ങൾ അങ്ങോട്ട് പോവുക. ഞാൻ ആരെയും ഈ വീഡിയോ കാണാൻ നിർബന്ധിക്കില്ല. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ അപ്പുറം ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, വിറ്റ് നിന്ന് മതിയായില്ലേടാ എന്ന് ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കേണ്ടവർ ചോദിക്കുക. ഞാൻ നിങ്ങളെ കടക്കട പുറത്ത് എന്ന് പറയാനൊന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ ആ ചോദ്യത്തിനുള്ള മറുപടി വീണ്ടും ഒന്ന് തന്നേ ഉള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുവിനെ വിറ്റ് തിന്നുന്നത് ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെയുള്ള ഒരാളെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. വിറ്റ് തിന്നുന്ന ഒരാൾ, രേണുവിൻ്റെ സുഹൃത്താന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ 10 പേര് കാണട്ടെ എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് ചുമ്മാ ഓരോന്ന് തള്ളുന്ന ചില ടീമുകളുണ്ട്. രേണു ഫാനിൽ കയറി എന്തോ ചെയ്തു എന്നൊക്കെ കഴിഞ്ഞ ദിവസം വിളിച്ചു കൂവുന്നത് കണ്ടു. എന്തറിഞ്ഞിട്ടാണ് ഇവനിത് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. രേണുവിനെ വെച്ച് ഏതോ ഒരു ആൽബമോ ഷോർട്ട് ഫിലിമോ എന്തോ ഡയറക്റ്റ് ചെയ്ത ഒരുത്തനാണ്. രേണുവായിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. ഇവൻ ഷർട്ടില്ലാതെ രേണു കീഴെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ അവൻ്റെ അക്കൗണ്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അൻഷാദ് എന്നെന്തോ ആണ് പേര്. എനിക്ക് വലിയ താല്പര്യമില്ല അവനെ പറ്റി ഒന്നും സംസാരിക്കാനായിട്ട്. ഈ വാഴ നനയുമ്പോൾ ചീര നനയുക, ആ ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ. അത് ഞാൻ പറയാൻ കാരണം അവൻ്റെ 1-2 വോയിസ് ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് വാഴ നനയുമ്പോൾ ചീര നനയുക ആ പരിപാടിയാണ് അവൻ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട്. ആ വ്യക്തി ഇന്നൊരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. പോസ്റ്റ് അല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് അതിനകത്ത് ഒരു കാര്യം എഴുതിയിട്ടിട്ടുമുണ്ട്. അത് ഇവനുള്ള മറുപടിയാണ്. അത് ഇനിയെങ്കിലും അൻഷാദിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. ചുമ്മാ നീയൊക്കെ വീഡിയോ ചെയ്തു, നിങ്ങളൊന്നും വീഡിയോ ചെയ്യുന്നതിനകത്ത് നമ്മളെന്ത് കുറ്റം പറയാനാ? രേണുവിൻ്റെ സുഹൃത്താണ്, വീഡിയോ ചെയ്തു. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിന് നീ പറഞ്ഞു നടക്കുന്നു? അവരെന്തോ ഫാനെ കയറി എന്തോ ചെയ്തെന്നോ ആ വാക്കൊന്നും ഞാൻ പറയുന്നില്ല, അത് നമുക്ക് പറയാൻ പാടില്ല. എന്ത് കാര്യത്തിന്? ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ലേ? ആരും ഇനി അത് പ്രതീക്ഷിക്കരുതേ. നടക്കുന്ന കാര്യമല്ല, നമ്മളെ കൊണ്ടത് പറ്റില്ല, ഞാൻ ചെയ്യാറുമില്ല. പിന്നെ ചെയ്തിട്ടുണ്ട് ഒരൊറ്റ തവണ. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ കഴിഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ആളുകളോട് ഇടപഴകുന്നത് കണ്ടപ്പോൾ ഓക്കെ, ഇവർ ഇച്ചിരി ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളായി മാറി. പക്ഷെ അത് 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് മാറ്റി പറയേണ്ട വന്നു. കാരണം തനിക്കുണം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തായി. വാട്ട് എവർ, അതൊക്കെ കഴിഞ്ഞ കാര്യം വിട്ടുകളയുക. പക്ഷേ ഇപ്പോഴാണെങ്കിൽ പോലും അവരോടുള്ളൊരു സ്നേഹമെന്നല്ല, സഹതാപത്തിൻ്റെ പുറത്ത് ഒരു കാര്യം പറയാം, പ്രാകാതിരിക്കുക. ഒരുപാട് പേര് ഇപ്പോഴും പ്രാകുന്നത് കാണുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. അതൊന്നും ചെയ്യാതിരിക്കുക. ഒരു സഹതാപം ഉണ്ടല്ലോ നമുക്കിപ്പോൾ, വയ്യാത്തൊരാളോടുള്ള ഒരു സഹതാപം, അത് കാണിച്ചാൽ മതി. കൂടുതലൊന്നും കാണിക്കാൻ നിൽക്കണ്ട. കൂടുതലൊന്നും നമുക്ക് കാണിക്കാൻ താല്പര്യമില്ല. ഓക്കെ, എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അൻഷാദ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ ഒരു വോയിസ് ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് കേൾക്കാം. അവൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. അടിച്ച് പൊളിക്കാൻ നിങ്ങൾക്ക് തോന്നും അവൻ്റെ വർത്താനം കേട്ട. ഒന്ന് കേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഈ രേണുവിനെ രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന് തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല, എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിലൊന്നും യാതൊരു എന്താ പറയാ, ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അതെന്റെ ഉത്തരവാദിത്വം അല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊന്നും റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാനൊന്നും നടക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല.
ഞാൻ നേരത്തെ അറിഞ്ഞത് തന്നെയാണ്. പിന്നെ എന്താ പറയാ, അത്യാസന്ന നിലയിൽ നിന്ന് നിങ്ങൾ മാത്രമാണോ? നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒന്നും പൈസ വേണ്ട. യൂട്യൂബ് ചാനലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വാട്ട് എവർ. ഫേസ്ബുക്കിൽ നിന്നും പൈസ വേണ്ട. ഫേസ്ബുക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്, അതും നിനക്ക് വേണ്ട. ഇതൊന്നും നിനക്ക് വേണ്ടെങ്കിൽ എന്തിനാണ് സജീന വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, രേണുവിൻ്റെ ഒക്കെ സുഹൃത്ത്. അവരെ വിളിച്ചിട്ട് ചേച്ചി വീഡിയോ ഇട്, ചേച്ചി ചേച്ചി ഇട്ടിട്ട് വേണം ചേച്ചി എനിക്കിടാൻ. അതിൻ്റെയൊക്കെ അതൊക്കെ പറയേണ്ട കാര്യം എന്താ? മറ്റൊരാൾ വീഡിയോ ഇട്ടിട്ട് അത് നോക്കിയിട്ട് നിനക്ക് ചെയ്യാൻ എടാ നീ പിന്നെ ഇല്ലാത്തൊന്നും പറയുന്നില്ലെന്നോ? നീ അല്ലേടാ, നിന്റെ ഒരു വീഡിയോ ആടാ ഇന്നലെ ഞാനെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്. ആ വീഡിയോയിൽ നീ പറയുന്നത് രേണുവിനെ രാവിലെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി, രേണുവിൻ്റെ മറ്റേ ചേച്ചിയുടെ ഭർത്താവ് വരുമ്പോഴത്തേക്ക് രേണു മറ്റേ ഫാനയിൽ നിൽക്കുക, ഉടനെ രേണുവിനെ അങ്ങ് കൊണ്ടുപോയി എന്നൊക്കെ നീ അല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? നമ്മൾ തിരക്കിയായിരുന്നു, ആ സ്ത്രീ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. നീ എന്ത് കണ്ടിട്ട് അതൊക്കെ വിളിച്ചു പോയി പറഞ്ഞത്? ചില ആളുകൾ ചോദിക്കത്തില്ലേ, വിറ്റ് തിന്നുന്ന ദൈവനൊക്കെയാണ് അത്, വിറ്റ് തിന്നുന്നവൻ. മനസ്സിലായോ? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിറ്റ് തിന്നുക. നമ്മൾ ഇതുവരെയായിട്ടും ഞാൻ അങ്ങനെ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞ് തിന്നിട്ടില്ല കേട്ടോ. ഉള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തിന്നിട്ടുള്ളൂ. പിന്നെ ഉള്ളത് സംശയങ്ങൾ ചോദിക്കും. ഇപ്പം അമ്മ എന്ന താരസംഘടനയായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, സ്ഥിരം കാണുന്നവർ ഉണ്ട്, അവരോടാണ് സംശയങ്ങൾ. എന്നാൽ അത് സംശയമാണോ അല്ലയോ എന്ന് സ്ഥിരം കാണുന്നവർക്കറിയാം, വ്യക്തമായിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളടെ. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ഈ രേണു എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണ്ട എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെ ചെയ്യാതിരിക്കും? വേറൊരു കാര്യം കൂടെ, ഈ കിച്ചു എന്ന് പറയുന്ന രേണുവിൻ്റെ ആ വ്യക്തിയെയോ രേണുവിനെയോ ഒന്നും സപ്പോർട്ട് ചെയ്യാനോ മറ്റേ വിമർശിക്കാനോ കീറി മുറിക്കാനോ ഒന്നും ഉള്ളൊരു വീഡിയോ അല്ലേ ഇത്. ഇവനെ പോലുള്ള ചില ആളുകളുണ്ടല്ലോ, അവർക്കുള്ളൊരു മറുപടി അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി കേൾക്കാം. ഇത് ഈ കേക്ക് എന്നിട്ട് സംസാരിക്കാം. നമുക്ക് അങ്ങനെയുള്ള റീച്ചും കാര്യങ്ങളൊന്നും വേണ്ട ചേച്ചി. ആ പെങ്കൊച്ചിനെ എനിക്കറിയാം. അവളെ എന്താ പറയാ, നിങ്ങളെക്കാൾ മുന്നേ പരിചയപ്പെട്ട ആളെയാണ്. എനിക്ക് കറക്റ്റായിട്ട് അവളുടെ എല്ലാവിധ അപ്ഡേഷൻസും അറിയാം. എന്ത് കാര്യം ഉണ്ടായാലും അവൾ ഫസ്റ്റ് ടൈം എന്നെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അത് അവൾ മാത്രമല്ല, അവളുടെ വീട്ടുകാരടക്കം വീട്ടുകാരടക്കം എല്ലാവരും വിളിച്ച് ചേട്ടനോടാണ് എല്ലാം പറയാറുള്ളത്. അങ്ങനെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണോ ചേട്ടാ കഴിഞ്ഞ ദിവസം നടക്കാത്തൊരു കാര്യം ചേട്ടൻ ഇരുന്ന് വിളിച്ചു കൂവി പറഞ്ഞത്? അതാരാ ചേട്ടനോട് പറഞ്ഞത്? അല്ല, അതാരാ നിന്നോട് പറഞ്ഞത്? നിനക്ക് അതൊന്ന് പറയാമോ? ഒരുപാട് ആളുകൾ നിന്നെ വിമർശിക്കുന്നുണ്ടല്ലോ നിന്റെ ഈ വൃത്തികെട്ട വർത്തമാനം കേട്ടതിന് ശേഷം. ഒന്ന് പറ, നിന്നോട് ആരാ വിളിച്ചു പറഞ്ഞത്? ആ വീട്ടിൽ നിന്ന് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിക്കുന്നുണ്ടല്ലോ, ആരാ നിന്നോട് പറഞ്ഞത്? രേണുസുതി പറഞ്ഞോ? അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞോ? അല്ലെങ്കിൽ ചേച്ചിയോ ചേച്ചിയുടെ ഭർത്താവോ പറഞ്ഞോ? അതോ വീട്ടിലെ കുരുന്നു പിള്ളേർ അവർ വിളിച്ച് നിന്നോട് പറഞ്ഞോ? അല്ല, ആര് പറഞ്ഞിട്ടാ നീ ആ സാധനം പറഞ്ഞത്? ഇതുവരെയായിട്ടും അതിനെപ്പറ്റി ഒരു വാർത്തയും എങ്ങും കേൾക്കുന്നില്ല. നീ മാത്രമേ ആ വൃത്തിയോട് വിളിച്ച് പറഞ്ഞുള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഞാനീ ചോദിക്കുന്നത്. ബാക്കി കേൾക്കാം. എൻ്റെ പോസ്റ്റ്, എൻ്റെ ഫോണ്, എൻ്റെ ID, അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അതെ സെയിം അതേപോലെ തന്നെ നിങ്ങൾക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, ഞാനെന്ത് പോസ്റ്റ് ചെയ്യണം ഏത് പോസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്ത് പോസ്റ്റ് ചെയ്യണം അതൊക്കെ നിൻ്റെ ഇഷ്ടം. നിൻ്റെ ഇഷ്ടമടാ അൻഷാദ് മോനെ, നിൻ്റെ ഇഷ്ടം. അൻഷാദ് എന്ന കണ്ടല്ലേ വോട്ടവ്, നിൻ്റെ ഇഷ്ടം. പക്ഷേ നീ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇച്ചിരി കഴമ്പുണ്ടായിരിക്കണം. മനസ്സിലായോ? ഒരാൾ ചത്തുപോയി എന്നും പറഞ്ഞ അയാൾ ജീവനോടിരിക്കുമ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് തന്തയില്ലാത്തരം എന്ന് പറയും. ഓക്കെ, അതുപോലത്തെ ഒരു പരിപാടിയാണ് നീ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഓക്കെ, അത് നീ ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇനി നിനക്ക് തോന്നിയതൊക്കെ നീ പോസ്റ്റ് ചെയ്തു. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴേ ചില ആളുകൾ വന്ന് ഡാഡിക്ക് വിളിക്കും. അതും കൂടെ കേൾക്കേണ്ട വരും. ഓക്കെ, അപ്പം പിന്നെ കൂടുതൽ നിനക്ക് മൊഴിയാൻ ഒന്നും പറ്റത്തില്ല. ഇരുന്ന് കേട്ടിട്ട് മിണ്ടാതെ എണീറ്റ് പോകാനേ പറ്റത്തുള്ളടാ കുട്ടാ. കേട്ടോ? ഇനി സജീന തന്നെ ഒരു വോയിസ് കേൾപ്പിക്കുന്നുണ്ട്. അവരെ ഇവൻ വിളിച്ചപ്പോഴെങ്ങാണ്ടുള്ളതാണ്. അതിനകത്തൊന്ന് മനസ്സിലാക്കാം, ഇവനും കണ്ടൻ്റൊക്കെ തന്നെ, അത്രയേ ഉള്ളൂ രേണു ചൊതി, അല്ലാതെ വേറൊന്നും അല്ല. കേട്ടോ? ഹലോ, ആ വീഡിയോ രേണുവിന്റെ ഇതൊക്കെ വീഡിയോ ചെയ്യാനേ കാണണ്ടേ? വീഡിയോ ചെയ്യാൻ പറയേ ചെയ്യാനാ? ചെയ്യാൻ സമയമുണ്ട്. നമ്മളിപ്പം ഉടനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കണ്ട ഉടനെ അത് എന്താണ് ഏതാണ് കറക്റ്റ് ആയിട്ട് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. രേണുവിനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് അവർക്ക് എതിരെ വരുന്ന വീഡിയോസിനൊക്കെ ഞാൻ റിയാക്ട് ചെയ്തോണ്ടിരിക്കും. ഇത് കിച്ചുവിന്റെ ഒരു പറച്ചിലായതുകൊണ്ട് നമുക്ക് നേരിട്ട് അനുഭവമില്ല. ഇപ്പൊ ഞാൻ അൻഷാദാണ്. മനസ്സിലായി.
ഇങ്ങനെയൊക്കെ ഇപ്പോഴുള്ള കരച്ചിലും പരിപാടിയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ ചേച്ചി അതിൽ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നത്. റിയാക്ട് ചെയ്യണം. ഇന്നൊരു വീഡിയോ ഇടുന്നുണ്ട് എന്തായാലും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നോക്കിട്ട് ഒരു വീഡിയോ ഞാനും ചെയ്യാന്ന് ഓർത്തായിരുന്നു. എന്തായാലും ഇടുന്നുണ്ട്. അത് ചെയ്യാനുള്ള ഒരു ചുറ്റുവട്ടത്തിലൊക്കെ തയ്യാറെടുപ്പിലാണ്. ശരി, ഇട്ടിട്ട് ലിങ്ക് അയച്ചു തരാം. കണ്ടു നോക്കിയിട്ട് ഒന്ന് റിയാക്ട് ചെയ്യും. ഓക്കെ, ശരി. രേണുവിനെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ എന്നൊക്കെ ചില ആളുകൾ നമ്മളെ വിളിക്കുമല്ലോ. നമ്മളൊക്കെ വേറെ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്, അത്യാവശ്യം അതൊക്കെ റീച്ച് ആവാറുണ്ട്. ഓക്കെ, ചാനലൊന്ന് കയറി നോക്കിയാൽ മനസ്സിലാകും. ഇപ്പം ഞാൻ നിങ്ങളെ ഒരാളെ കാണിച്ചല്ലോ, അയാളൊരു വോയിസ് നമ്മളെ കേൾപ്പിക്കുന്നത്. അയാളുടെയൊക്കെ ചാനലിൽ ഞാൻ കണ്ടിരിക്കുന്നത് രേണു സുധിയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ മാത്രമാണ്. അവിടെയൊക്കെ ചെന്ന് ആ ഡയലോഗ് അടിക്കുക. പിന്നെ ഇപ്പോൾ ആ അൻഷാദ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ചേച്ചി ഇടി ചേച്ചി എന്നിട്ട് വേണം എനിക്ക് ചെയ്യാനെന്ന്. അവനാണ് കുറച്ച് മുന്നേ മറ്റേ ഡയലോഗ് അടിച്ചത്. എനിക്ക് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നൊന്നും കാശ് വേണ്ട, ഞാൻ വേറെ ലെവല്. എനിക്ക് അവരെ പേഴ്സണലായിട്ട് അറിയാം. അല്ല, അവരെ പേഴ്സണലായിട്ട് അറിയാമെങ്കിൽ അവരെ വിളിച്ച് സംസാരിച്ചാൽ പോരെ. എന്തിനാണ് ഇവരെ വിളിച്ച് സംസാരിക്കുന്നത്? കാര്യങ്ങളൊക്കെ നിനക്ക് അവിടെ ചോദിച്ച് മനസ്സിലാക്കിയാൽ പോരെ. എന്തിനാ ഇവരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, ഈ അൻഷാദ് രേണുവിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരുത്തനാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനല്ല, ഒരു ഡയറക്ടർ. ഇവൻ എന്തൊക്കെയോ ഷോർട്ട് ഫിലിം എന്തൊക്കെയോ രേണുവിനെ വെച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കേട്ടോ? രേണു തന്നെ അത് പറയുന്നുണ്ട്. മക്കു എന്തിനാടാ അവിടെ വായിന്ന് കേൾക്കുന്നത്? ഡയറക്ടർ വരും. നമസ്കാരം, എന്റെ പേര് അൻഷാദ് എന്നാണ്. രേണുവിനെ വെച്ചിട്ട് രണ്ടാമത്തെ ആൽബമാണ് ചെയ്തിരിക്കുന്നത്. കണ്ണേട്ടന്റെ സ്വന്തം ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം റീലുകളൊക്കെ ഭയങ്കര വൈറലാവുകയൊക്കെ ചെയ്തിരുന്നു. അതും കാട്ടുമങ്കയും ഇപ്പൊ ചെയ്ത കാട്ടുമങ്ക, ഇത് രണ്ടും ഒരുമിച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ റിലീസ് ഉണ്ടാവുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും കമന്റ്സും ഒക്കെ തരണം. എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. ഓക്കെ. കണ്ണേട്ടന്റെ സ്വന്തം ദാസിക്കുട്ടിയാ? എന്തുവാ? പിന്നെന്തോ മങ്ക? എന്ത് മങ്ക? ഇതൊക്കെ എവിടെയാണ് റിലീസായിരിക്കുന്നത്? നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഇതൊക്കെ. റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റാണോ? എവിടെ? ഏത്? ഓരോ വായിക്കൊള്ളാത്ത ഓരോ പേരും പറഞ്ഞ് അതിനെയൊക്കെ ആൽബം ഒന്നും വിളിച്ച് ഈ ആൽബങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇതുപോലുള്ള കുറേ കോപ്രായങ്ങൾ ഒരു 1-2 വർഷമായിട്ട് കാണാൻ തുടങ്ങിയതിന് ശേഷം ഈ ആൽബങ്ങളിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. ഞാൻ തിരിഞ്ഞ് വെറുപ്പായിപ്പോയി. എന്തോരം നല്ല ആൽബങ്ങൾ. മറ്റേ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, മറ്റേ ചെമ്പകമ എന്ന് പറഞ്ഞൊരു ആൽബമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ. പിന്നെ കോഫി അറ്റ് MG റോഡ്, വിനീത് ശ്രീനിവാസൻ്റെ ഗംഭീര സാധനങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെയായിരുന്നു മോനെ ആൽബം. മോനെ അൻഷാദ, നീ അതൊക്കെ ഒന്ന് പോയി കാണ്. അതിനെയൊക്കെയാണ് ആൽബം എന്ന് വിളിക്കുന്നത്. അല്ല, നീയൊക്കെ കാണിച്ചുകൊണ്ട് കിടന്ന സാധനങ്ങൾ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഈ നീ അഭിനയിപ്പിക്കുന്ന ആളെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് 1-2 നമ്മൾ മറ്റേ സിനിമ എന്നൊക്കെ പറഞ്ഞ് 1.5 മണിക്കൂറൊക്കെ ഉള്ളത് ഇടയ്ക്കൊന്ന് പോയി കണ്ടു നോക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അന്ന് മനസ്സിലാക്കിയതാ. അതുകൊണ്ട് തന്നെ ഈ ആൽബം എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ ഇറക്കിയത് എന്താവുമെന്ന് നമുക്ക് ഊഹിക്കാം. കൂടുതലൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. ഓക്കെ. ഇനി വേറൊരാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരാന്നല്ലേ? നമ്മുടെ അനുമോൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും, അനുമോൾ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ സീരിയൽ ആക്ട്രസ് ആണ്. അവരൊരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. അല്ല, അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റേ ചേട്ടനുണ്ടല്ലോ അൻഷാദ്, ഇവൻ മറ്റേ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ ഒരു വീഡിയോ. ഞാൻ ആ വീഡിയോ വീണ്ടും ഇതിനകത്ത് കേറ്റാത്തത് കേട്ടോ, കാരണം ഓൾറെഡി നമ്മളെടുത്ത് താങ്ങി കൊടുത്തത് അവൻ്റെ കഴിഞ്ഞ ദിവസത്തെ വലിയ വീരവാദം. രേണു എന്തോ ഫാനെ കയറി അന്വേഷിച്ചപ്പോൾ അങ്ങനൊന്നുമില്ല. രേണുദ ഇന്നൊരു സ്റ്റോറി ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരുത്തൻ്റെയും വീഡിയോ കണ്ട് മനം നൊന്ത്, ആ വേർഡ് ഞാൻ പറയുന്നില്ല, ഫാനെ കയറാൻ ശ്രമിക്കുന്ന ആളൊന്നും അല്ല രേണു സുധി, പണ്ടേ ചെയ്തേനെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് രേണു അവിടെ ഇട്ടിട്ടുണ്ട്. മോനെ അൻഷാദ് എന്നുള്ള കൂട്ടുകാര, നിനക്കുള്ള താങ്ങാണിത്. അത്രേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഇനി സുഹൃത്ത് ബന്ധവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും കയറി ചെല്ലാതിരിക്കുക, വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ കഥ പറയാതിരിക്കുക. ഓക്കെ. ഇനി അനുമോള് പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഒരു വീഡിയോ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ വീഡിയോ ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോണ്ട്, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഡോക്ടേഴ്സ് ഒക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നോട് പറഞ്ഞു, പക്ഷെ പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡ് വെയിറ്റ് ഇപ്പൊ 34 ഉള്ളൂ. അപ്പൊ ഒരാള് ഇപ്പൊ ഇത്രയും മരുന്ന് ഉള്ളിലോട്ട് പോകുമ്പോ ഒന്നെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിരിക്കണം, വെയിറ്റെങ്കിലും വേണം. അപ്പൊ ഒട്ടും ഹെൽത്തി അല്ല പുള്ളിക്കാരി. കഴിക്കുന്ന ഫുഡെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്.
അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കൊടുത്തു പഴയതുപോലെ വേണം, പഴയതുപോലെ ഇറങ്ങണ്ടേ, അഭിനയിക്കണ്ടേ, ഇനാഘോഷം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേൾക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഴയതുപോലെ വരട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നത്. നമുക്കതാണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ അനുമോളും പിന്നെ ഈ ബിഗ് ബോസിൽ തന്നെ രേണുവിൻ്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ആദില, നൂറ, ഇവരെല്ലാവരും കൂടെ 3 പേരും കൂടെ രേണുവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ മാത്രം അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അവരാരും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അവരെന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരോടും പറഞ്ഞു നടക്കാനോ അല്ലെങ്കിൽ രേണു പറയാനോ പോയിട്ടില്ല. എന്തായാലും വെറും കൈയോടെ പോകുമെന്ന് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് ആപ്പിളോ ഓറഞ്ചോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ആരും ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഇട്ടിട്ടില്ല. നല്ല കാര്യം കേട്ടോ. ഇനിയിപ്പോൾ അവരെന്തായാലും വെറും കൈയോടെ പോകുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. അതാണെങ്കിലും രേണു ആണെങ്കിലും ചിലപ്പോൾ ഇവർ തന്നെ പറഞ്ഞു കാണും, ഒന്നും ഇട്ടാരെ അറിയിക്കേണ്ട, സ്റ്റോറി ആയിട്ട് പോലും ഇടണ്ട. അതാണ് മാന്യത. ചിലർ നേരത്തെ പോയിട്ട് AC ഒക്കെ ഫിറ്റ് ചെയ്ത് അത് പോട്ടെ, ഞാൻ ഇനി അതൊന്നും പറയുന്നില്ല. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് ചെയ്യുമ്പോൾ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ എന്നുള്ള വലിയ കഥകളൊക്കെ അടിച്ച ചില ആളുകളുണ്ട്. നമ്മളൊന്നും പറയാനില്ല, അതിനുള്ള ഒരു മറുപടിയും കൊടുക്കുന്നില്ല. മനുഷ്യനാണേ, ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ ആ കൊണ്ട് കൊടുത്തവനുൾപ്പെടെ ആരും അത്ര ഡീസൻ്റ് ഒന്നുമല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നും എനിക്ക് അതിനകത്ത് വിശദീകരിക്കാനില്ല. പിന്നെ ആദില, നൂർ അവർ അല്ലെങ്കിൽ അനുമോൾ പോയപ്പോൾ അതൊന്നും ചെയ്യാതിരുന്നത് വളരെ നല്ല കാര്യം. പിന്നെ അവർ പറയുന്നൊരു കാര്യം, 34-37 കിലോ എങ്ങാണ്ടേ ഉള്ളൂ. എൻ്റെ പൊന്ന് രേണുസുതി, വല്ലതൊക്കെ മൂക്ക് മുട്ടത്തി പറ്റത്തില്ല കഴിക്കാനായിട്ട്, പ്രത്യേകിച്ച് കീമോ ഒക്കെ ചെയ്യുമ്പോൾ. പക്ഷേ അറ്റ്ലീസ്റ്റ് ഭക്ഷണത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, വീഡിയോ ഈ ചാടിക്കയറി റിയാക്ട് ചെയ്യാനും കാണാനും ഇരിക്കാതിരിക്കുക. ഓക്കെ, ഞാൻ രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ടു ചിലവന്മാർ തെറി പറയുന്നതും ഒക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട് വെച്ച് എന്തിനതൊക്കെ കുത്തിയിരുന്ന് കണ്ടോണ്ടിരിക്കുന്നു? എന്തിനതൊക്കെ സ്റ്റോറി ആയിട്ട് ഇടുന്നു? പോകാൻ പറഞ്ഞ് ജീവിക്കാൻ നോക്ക്. പോയാൽ നിങ്ങൾക്കേ പോകാനുള്ളൂ. ഓക്കെ, അതിനി നാട്ടുകാരെ കാണിച്ച് പാസ്സൊന്നും മേടിക്കാൻ നിൽക്കണ്ട. ആർക്കും പാസ്സൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഒരു ഇച്ചിരി ഇതുള്ളത് അസുഖത്തിൻ്റെ പുറത്തുള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.